മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമറി നടന്നുവെന്ന് കോൺഗ്രസ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ സംശയാസ്പദമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ്. ബലഗാവിയിൽ നടന്ന വിശാല പ്രവർത്തക സമിതിയിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 112 നിയമസഭാ സീറ്റുകളിൽ 72 ലക്ഷം പുതിയ വോട്ടർമാരെയാണ് മഹാരാഷ്ട്രയിൽ ചേർത്തിരിക്കുന്നത് BJP. ഇതിൽ 108 സീറ്റുകളിലും BJP ആണ് ജയിച്ചത്. എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്തത് 64 ലക്ഷത്തിൽ പരം വോട്ടുകളാണ്. എണ്ണിയ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം വളരെ കുറവാണ്. ചുരുക്കത്തിൽ എന്തൊക്കെയോ അപാകതകൾ, എന്തൊക്കെയോ സംശയാസ്പദമായ വസ്തുതകൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നടന്നിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധി തുറന്ന് പറഞ്ഞിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ വമ്പൻ അട്ടിമറി തന്നെ സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല, മഹാരാഷ്ട്രയിൽ EVM അടക്കമുള്ള തെരഞ്ഞെടുപ്പിനെ EVM ആണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് അവിടെ പ്രാവർത്തികമാക്കിയത്. അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മഹാരാഷ്ട്ര ഫലം കോടതി കയറി ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. മഹാരാഷ്ട്രയിൽ വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നു. അതിനു മുമ്പ് ഹരിയാനയിലും വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ വലിയ തോതിൽ BJP അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതും കോൺഗ്രസ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് കോടതിയിലേക്ക് എത്തിയതിൽ ഒരുപാട് ഗതിവിഗതികൾ ഉണ്ട്. കോൺഗ്രസ് കോടതിയിലേക്ക് എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല. എവിടെയൊക്കെയോ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ള സൂചന അവർക്ക് ലഭിച്ചത് കൊണ്ടാണ്. എന്തായാലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ കോടതിയിലേക്ക്, നിയമയുദ്ധത്തിലേക്ക് പോയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ വമ്പൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. ആ അട്ടിമറി വേറെ ഒന്നിനെയും കുറിച്ചുള്ള ഒരു അട്ടിമറിയല്ല, അത് EVM അട്ടിമറിയാണ്. EVM അട്ടിമറി തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും.